എനിക്കൊരു ഗ്യാപ്പ്, ഡിജിറ്റലിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല. ഇതിൻ്റെ നമ്മുടെ ആക്ഷൻ കിങ് ബാബുവാനി എത്തിയിട്ടുണ്ട്. അദ്ദേഹം വന്ന് USA നിന്നാണ് വന്ന് അവിടുത്തെ പാരീസിൽ പോയിട്ട് വന്നതാണ്. വെൽക്കം ബാബുവാനി. എന്താണ് അടുത്ത? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് സോറി പറയുന്നു, കുറച്ച് ലേറ്റായിട്ട് എത്തി. ഞാൻ ഉച്ചയ്ക്കാണ് US ഇവിടെ എത്തിയത്. ഞാൻ നടന്ന് പുറപ്പെട്ടു. അപ്പം ഞാനും സുരേഷ് ബാബുവായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു 3 ഡെക്കേഡ്സിന് മുകളിലായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ തുടക്കത്തിലാണ് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. അപ്പോൾ എന്നോട് സുരേഷ് ഗോപിയാണ് നമ്മുടെ പേര്, വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ സുരേഷ് ബാബു എന്നോട് പറഞ്ഞു ഇങ്ങനൊരു പടം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലൊരു വേഷം ചെയ്യണമെന്ന്. സന്തോഷമായിട്ട് അത് സ്വീകരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ സുരേഷ് ബാബു എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, പണ്ടത്തെ അല്ലെങ്കിൽ പണ്ട് വരെയുള്ള ഡയറക്ടേഴ്സ് ടെക്നിക്കലി ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കന്യാകുമാരി എക്സ്പ്രസ് 15 കൊല്ലം 12 വർഷത്തോളം. അന്ന് ഞാൻ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിൽ ഞാൻ ഹെലികോപ്റ്റർ കണ്ടിട്ടേ ഇല്ല. ആകെപ്പാടെ അന്ന് ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ഒരു പ്രൊപ്പലർ പോലത്തെ ഒരു ഫാനാണ്. അന്നത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക് ടെക്നിക്കുകൾ ഉപയോഗിച്ച് അന്ന് ഒരു ബ്ലൂ മാറ്റോ അല്ലെങ്കിൽ ഗ്രീൻ മാറ്റോ ഒന്നുമില്ലായിരുന്നു. അന്ന് അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നു സുരേഷ് ബാബു. അന്ന് ആ സീക്വൻസ് ഷൂട്ട് ചെയ്ത് ഞാൻ കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയെന്നാണ്. ഒന്ന് വണ്ടിയെ കയറി പോകുന്നൊരു സീക്വൻസാണ്. അപ്പം ഹെലികോപ്റ്റർ പ്രൊപ്പലറൊക്കെ കാണാം. ഞാൻ ബാബുവിനോട് ചോദിച്ചിട്ട് എങ്ങനെ ഒപ്പിച്ചെടുത്തെന്ന് ചോദിച്ചു. അപ്പം അതുപോലെ ടെക്നിക്കലി അതുപോലെ അഡ്വാൻസ്ഡ് ആണ്, അപ്ഡേറ്റഡ് ആണ്. നമ്മുടെ ഒരുപാട് പണ്ട് മുതലുള്ള ഡയറക്ടേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും ഒക്കെ. അപ്പോൾ സന്തോഷമുണ്ട് ഇതിനകത്തൊരു കാമിയാണെങ്കിൽ ചെയ്യാൻ സാധിച്ചത്. നിങ്ങളോടെല്ലാവരും സഹകരിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത് സന്തോഷമുണ്ട്. ഒരു ജെറ്റ് ലാഗ് ഉണ്ട്, അതാണ് ചെറിയൊരു കുഴച്ചിൽ വരുന്നത്. താങ്ക് യു സോ മച്ച്.